ഭൂമി ദേവി രക്ഷിക്കണേ. അയ്യോ വീണല്ലേ? ഇപ്പൊ വീണന്. ഏക് മാർ ദോ തുക്കടാ. അയ്യോ എന്തെങ്കിലും പറ്റിയോടാ? പെട്ടെന്ന് തുണ്ടൻ രണ്ട്. അളിയനൊന്നും പറയണ്ട, എല്ലാ വിവരവും പെങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആ കോച്ചിന്റെ ഫോട്ടോ തന്നാ മതി, തട്ടിയേക്കാം. കൈയും കാലും തല്ലി ഒടിച്ച പോലെ പോരാ, വെട്ടിക്കളയണം. എങ്കിലേ പ്രേമം ഇല്ലാണ്ടാവും. ഒന്നും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ചിലപ്പോ ഓടിക്കും, ചിലപ്പോ വെട്ടും, ചിലപ്പോ തട്ടും. അച്ഛാ, കൊല്ലാൻ പറ്റിയ ഫേസ്. തലേ കുത്തേ കള്ള കഴുതയുടെ മോനെ. നിന്റെ ആരെങ്കിലും അന്നോടി ഇത്? എങ്കിൽ ദാണ്ടല്ല അങ്ങാട് പോ. എന്നോടാന്നോ? അതേടാ, നിന്നോട് തന്നെ. നീ സ്പോർട്സിന്റെ കോച്ചല്ല, ഇത്തരം ചില ഇടപാടുകളുടെ കോച്ചാണെന്ന് അവളറിയില്ല. ഏതവള്? അപ്പൊ എത്ര പെണ്ണുങ്ങളുണ്ട് ഇപ്പൊ കസ്റ്റഡിയിൽ? ഇവിടെ 10 പിന്നെ 2 സ്റ്റാൻഡ് ബൈ ഒക്കെ ചേർത്ത് 12. അല്ല താൻ ആരാവും ഏതൊക്കെ ചോദിക്കാൻ? വിക്രം ദാദാഭായ്, ഛോട്ടാ രാജ് കാ ദോസ്ത്. ഇവിടെ നിന്റെ അനുപമയുടെ അമ്മ, അവന്റെ അളിയൻ. ഏതനുപമ? ഇവനോട് പൂച്ചോ? പൂച്ചന്റെ മറ്റേ കർത്താവാണ്, എനിക്ക് അറിയില്ല കേട്ടോ. അനുപമയും ഇവനും തമ്മിൽ ഒടുക്കത്ത മുഖപത്ത ബാംഗ്ലൂരിൽ വെച്ച്. നീ നിൽക്കുന്നോണ്ട് ഇവൻ ഉരുണ്ട് കളിക്കുക. ഇവന്റെ ഉദ്ദേശം മറ്റേതാ. തെളിവുണ്ട് എന്റെ കയ്യിൽ. ഇതാരാ? അതിയാനാ? അനുപമയുടെ പെട്ടിന്ന് കിട്ടിയതാ. അൽഫോൺസ്, ഞാൻ പറയുന്നത് കേട്ടോ. കർത്താവാണ്, എനിക്ക് അറിയില്ല. കോച്ചേ, ഞാൻ നിന്റെ കാല് പിടിക്കാൻ വന്നതാണല്ലേ? തല്ലി ഓടിക്കാൻ വന്നതാണ്. കാലെടുത്ത് ഭിത്തിയിൽ ഉയർത്തി വെക്ക്. എന്നാത്തിനാ? എന്നാലേ കറക്റ്റ് ആയിട്ട് ഒടിയൂ. എന്നാ അതിലും കറക്റ്റ് ആയിട്ട് ഞാൻ ഓടിച്ച് കാണിച്ചേടാ. നിന്റെ ദാദ എന്റെ ജീവിതാ പോയത്. എടാ പട്ടി, ഞാൻ കെട്ടാൻ പോണ പെണ്ണിനെയാ നീ പിണക്കി ഓടിച്ചത്. മോളെ സോറി ഉണ്ട് കേട്ടോ, ഇനി അങ്ങനെ ഉണ്ടാവുകയല്ല. പോടാ കോച്ചേ. അവൻ ബോംബെ ദാദാ തന്നെയാ, ശവവുമായിട്ടാ വന്നിരിക്കുന്നേ. ഞാൻ ആ കോച്ചിനെ കണ്ടു. അത് ഈ കോലം കണ്ടപ്പോ മനസ്സിലായി. നിങ്ങൾക്കറിയോ, ഞാൻ അവിടെ ചെല്ലുമ്പോ ആ കോച്ച് വേറൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചോണ്ട് നിക്കുക. അത് കണ്ടതും എന്റെ നിയന്ത്രണം വിട്ടു. ആ പെണ്ണിനെ കണ്ടപ്പോഴോ? അതല്ല, ഇവിടത്തെ പെണ്ണിന്റെ പേരും പറഞ്ഞ് അവിടെ ഒരു ജഗൻ. എന്നിട്ട് എന്താവാൻ, അവൻ ഇവന്റെ കാലും കൈയും തല്ലി ഒടിച്ചു വിട്ടു, അത്ര തന്നെ. വിക്രമനോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? ഞാനാ. ഈ തറവാടിന്റെ മാനങ്ങളെ ഈ കാര്യത്തിൽ അനന്തരം ഞാൻ പിന്താങ്ങും. താങ്ങ് പിന്നെന്നുള്ള താങ്ങ് തനിക്ക് ഇനിയും പ്രതീക്ഷിക്കാം. കേറിപ്പോ. അയ്യോ ബോംബെ, കഷ്ടം. കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിതിക്ക് എന്റെ പ്രതീക്ഷ സഫലമാവല്ലേ ലാലേട്ടാ? എന്റെ പ്രതീക്ഷ സഫലമാവും. ആ പ്രതീക്ഷ അപ്രതീക്ഷിതമാക്കാൻ ഞാൻ ഇനി ജോലിക്കും പോണില്ല. പാവം മൃഗങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു. ഇവന്റെ ജോലി ലാലേട്ടന്റെ വക്കീൽ പണി പോലെയാ. ഫുൾ ടൈം ഈച്ചയാട്ടിക്കൊണ്ടിരിക്കുക അവിടെ. നീ അവനിട്ട് പണിഞ്ഞിട്ട് എനിക്കിട്ട് കേട്ടരുത്. എടാ, രണ്ടുപേരും കൂടി തമ്മിൽ തല്ലി ചാകാതെ എങ്ങനെയെങ്കിലും അനുപമയെ കോർണർ ചെയ്യാൻ നോക്ക്. മുത്തച്ഛ, ഒരു സമരസ് വന്നിട്ടുണ്ടോ? ഓരോ പ്രാവശ്യം കൂട്ടിമുട്ടി വീഴുമ്പോഴും എനിക്ക് കുട്ടിയോട് ഇത് കൂടി വരുന്നു. എന്നുവെച്ചാൽ ഒരിത് ഇതെന്ന് പറഞ്ഞാല് അത് എനിക്കും മനസ്സിലായി. എനിക്കിഷ്ടം. പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, വേലക്കാരി എന്നില്ല അല്ലേ? മടപ്രാവേ, ഹായ്. നീ പറഞ്ഞ സത്യ? ആ ഫോട്ടോയിൽ കണ്ട ആള് ഒരു കോച്ച് തന്നെയാ. കക്ഷി ഇന്ന് 2 കൊള്ളുകയും ചെയ്തു. എനിക്ക് മനസ്സിലായില്ല. നീ പറഞ്ഞ ആ കോച്ച് പാലക്കാരൻ സണ്ണിയില്ലേ, അയാളുടെ കാര്യമായി പറയുന്നേ. എന്റെ 2 മുറച്ചെറുക്കന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എടുത്ത ഒരു അടവാണ് ഈ കോച്ച്. കേട്ടു, ഈ വക്കീലെല്ലാം കേട്ടു. എല്ലാവരും വിധികളാക്കായിരുന്നല്ലേ? കൊച്ചിന്റെ കല്യാണം മുടക്കാൻ കോച്ചിനെ ബലിയാടാക്കായിരുന്നല്ലേ? മുത്തച്ഛ, ലോലനല്ല ലാലൻ. ലാലേട്ടാ പറയരുത് പ്ലീസ്. ഞാൻ പറയും. എന്റെ ലാലേട്ടാ, ഇത്രയും നാളായിട്ടും എന്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ലാലേട്ടന് പറ്റിയില്ലല്ലോ. ഞാൻ ഈ കള്ളമൊക്കെ പറഞ്ഞ്
എന്റെ കല്യാണം മുടക്കണത് എന്തിനു വേണ്ടിയാണെന്നറിയോ? എയർ ഹോസ്റ്റസ് ആവാൻ. ഒരിക്കലും അല്ല. ഇനി ഞാൻ തന്നെ അത് തുറന്നു പറയണോ? ഒരുപാട് നാളായിട്ട് മറക്കാൻ പറ്റാത്ത ഒരാള് എന്റെ മനസ്സിലുണ്ട്. ആരാണെന്നറിയോ? എന്റെ ലാലേട്ടൻ. എന്താ ഒന്നും പറയാത്തെ? ഒരു 5 നിമിഷം മുമ്പ് പറയായിരുന്നില്ലേ? സാരമില്ല, ഇത് ഫിക്സ്. പിന്നെ ഇത് ഒരടവല്ലല്ലോ. ഹോ, ചങ്ക പിളർന്ന് കാണിച്ചാലും ചെമ്പരത്തി പൂവാണെന്ന് പറയരുത് ചേട്ടാ. അയ്യോ, ചങ്ക വിളർക്കണ്ട, ഞാൻ വിശ്വസിച്ചു. പേടിയുണ്ടാ ഞാൻ ഇത്രയും കാലം പറയാതിരുന്നത്. ഇനി ലാലേട്ടൻ പറ, എന്റെ മുത്തശ്ശന്റെ ആഗ്രഹപ്രകാരം ഞാൻ മുറച്ചക്കന്മാരിൽ ഒരുത്തനെ കെട്ടണോ? ഏയ് വേണ്ട, ഇനി അവന്മാരുടെ ശല്യം ഉണ്ടായാൽ ജാമ്യമില്ല കേസ് കുടിക്കും. രണ്ടിനെയും ഞാൻ അകത്താക്കും. നമ്മുടെ കല്യാണത്തിന് വേണ്ടി ഇനി ഞാൻ എന്തടവെടുത്താലും ലാലേട്ടൻ എന്നോടൊപ്പം ഉണ്ടാവില്ലേ? എന്റെ ഈ ജീവൻ ഇനി അനുപമയ്ക്കുള്ളതാണ്. അത് മതി ലാലേട്ടാ, സമാധാനായി. ആ, ഇനി ലാലേട്ടൻ പൊയ്ക്കോളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും സംശയമാവും. ആ ശരിയാണ്. ഇനി ഞാൻ രാത്രികാലങ്ങളിൽ മാർച്ചാരനെ പോലെ പതുങ്ങി വരാം. അയ്യോ, ഇടിച്ചില്ല. ഭാഗ്യം. വേഗം കുടിച്ചോ, 2 മുട്ടയും കൂടെ അടിച്ചു ചേർത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട പരിപാടിയായിട്ട് എന്റെ അടുത്ത് വരരുത്, തട്ടരുത്, മുട്ടരുത്. ഇന്നു മുതൽ എനിക്ക് പോഷകങ്ങൾക്ക് കുറവില്ല. I'm happy, happy. I'm പൽക്കിവാല. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. മോഹനകൃഷ്ണനും ഓമനക്കുട്ടനും എന്റെ മുന്നിൽ കളിച്ചു വളർന്ന കുട്ടികളാ. എന്ത് കുറവുകൾ നീ കണ്ടെത്തിയാലും അവര് നല്ലോരാ. അതിലൊരാളെ നീ വിവാഹം കഴിക്കണം. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ തീരുമാനിക്കാം. മോഹനകൃഷ്ണ, ഓമനക്കുട്ട. അയ്യോ വേണ്ട മുത്തശ്ശ, നോക്കിയും കണ്ടേ മുത്തച്ഛന്റെ ഈ മോളെ എന്ത് നിശ്ചയിക്കൂ. നിങ്ങളുടെയൊക്കെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഞാൻ ഒരിക്കലും എടുത്തു ചാടില്ല. എനിക്ക് ഒരാളോട് സ്നേഹമുണ്ട് എന്നുള്ളത് ശരിയാ. ശരിയാണ്. അത് നിങ്ങളൊക്കെ കരുതും പോലെ ആ കോച്ചിനെ ഒന്നല്ല. അല്ല പിന്നെ പറഞ്ഞോളൂ, എല്ലാം തുറന്നു പറഞ്ഞോളൂ. യഥാർത്ഥത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു ഡോക്ടറെയാ. ഡോക്ടറെയോ? ഡോക്ടർ നന്ദകുമാർ. അതെ. ജാതിയും മതവും തറവാടിത്തവും ഉദ്യോഗവും ഒക്കെ മുത്തശ്ശൻ ആഗ്രഹിക്കുന്നതിനേക്കാളും ഒരു പടി മുന്നിലാ. എന്തിനാ പിന്നെ നീ എന്നോട് ആദ്യം കള്ളം പറഞ്ഞത്? ഒരു കോച്ചാണെന്ന് പറഞ്ഞപ്പോഴേ എടുത്തു ചാടിയില്ല അമ്മാവന്മാര്. കാല് തല്ലി ഒടിച്ചില്ലേ? അദ്ദേഹത്തിനാണ് ഇത് സംഭവിച്ചെങ്കിലോ? അൺസഹിക്കബിൾ. ഇനി അങ്ങനെ ഉണ്ടാവില്ല കുട്ടി. നമുക്കിത് ഉടനെ ആലോചിക്കാം. ഉടനെ വേണ്ട. 2 കൊല്ലം കഴിഞ്ഞു മതി കല്യാണമെന്നാ ഞങ്ങളുടെ ഒരു തീരുമാനം. മുത്തച്ഛൻ, നോട്ട് ദിസ് പോയിന്റ്, only 2 years. അപ്പൊ എനിക്ക് 49 വയസ്സാണ്. Gold is gold. അദ്ദേഹം ഹയർ സ്റ്റഡീസിനായി സ്റ്റേറ്റ്സിലേക്ക് ഉടനെ പോവും. അതുവരെ വീട്ടിൽ നിന്ന് മുഷിയാതെ എന്നോട് എയറോസ്റ്റസായി ജോലിക്ക് പൊയ്ക്കൊള്ളാനാ അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്തും മുത്തശ്ശന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. ആട്ടെ, എവിടെ അവന്റെ വീട്? കുമാരപുരം. അത് തന്റെ വീടല്ലേ? പെരുവണ്ണാപുരം. എന്തായാലും 2 കൊല്ലത്തെ ഇടവേള ഉണ്ടല്ലോ, അതുവരെ അനുപമയെ ജോലിക്ക് വിടാം. ഞാൻ ഫ്ലൈറ്റിൽ ഒരു സീസൺ ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ. അതിന് തനിക്ക് എന്തിനാ ഫ്ലൈറ്റ് ടിക്കറ്റ്? വയസ്സായില്ലേ, മുത്തച്ഛനൊന്നും മനസ്സിലാവില്ല. എടുക്കൂടെ കയ്യേ. കുറെ നേരം സഹിക്കണു ഈ കോമാളി വേഷം. ഒരു തൊപ്പിയും ചെയിനും കമ്മലും. എന്താ എന്റെ ഉദ്ദേശം? പിടിച്ചു നിൽക്കട്ടെ മുത്തച്ഛ. മറഞ്ഞു നിൽക്കുന്നവർക്കൊക്കെ ഇറങ്ങി വരാം. എനിക്കൊരു കാര്യം തീരുമാനിക്കാണ്ട്. ഓ എനിക്കൊരു സംശയം. അപ്പൊ ഞാൻ തല്ലിയത് ആരെയാ? ആ ഫോട്ടോയിലെ അതേ ചായയാണല്ലോ അയാൾ. അത് തനിക്ക് തോന്നിയതായിരിക്കും. തോന്നിയതാവും അല്ലേ? അതുപോട്ടെ, ഞാൻ എപ്പോഴാ പെരുവണ്ണാപുരത്തേക്ക് പോണ്ടത്? എന്തിനാ? ആ ഡോക്ടറെ കാല് തല്ലി ഓടിക്കാൻ. ആദ്യം ഒടിഞ്ഞ